ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിന് പുറത്ത് വച്ച് കണ്ട് അവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. കേരളത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ വെച്ച്. അപ്പോൾ ഇവർക്ക് തമ്മിൽ കേരളത്തിൽ വെച്ച് തമ്മിൽ കാണാനുള്ള സാഹചര്യമില്ല, ഒരു രാഷ്ട്രീയ അന്തരീക്ഷമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, മാധ്യമങ്ങൾക്ക് നിങ്ങൾക്ക് എന്തും പറയാമല്ലോ. കാരണം യെച്ചൂരിയുടെ അഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലെത്തിയപ്പോൾ അവർ തമ്മിൽ കണ്ടു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വലിയ ഈ മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ വളച്ചിട്ട് കാര്യങ്ങൾ പറയണ്ട എന്ന് ഇത് കേൾക്കുന്ന ചില പ്രേക്ഷകർ പറയുന്നുണ്ടായിരിക്കും, വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയതിനു ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്കും വന്നിട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്തു ഇറങ്ങിയിട്ടില്ല. ഇവിടെ നിന്നും പിറ്റേന്ന് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പോലും പങ്കെടുക്കാതെയാണ് ഇ.പി. ജയരാജൻ എ.കെ.ജി. ഭവൻ വിട്ടത്. അവിടെ നിന്ന് എ.കെ.ജി. ഭവൻ വിട്ട അദ്ദേഹം പിന്നെ ഒരു പാർട്ടി ഓഫീസിലും കയറിയിട്ടില്ല, ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ ചടയൻ ഗോവിന്ദൻ്റെ ചരമവാർഷിക ദിനാചരണത്തിൽ പോലും പാർട്ടി സംഘടിപ്പിച്ച പാർട്ടിയുടെ ഏറ്റവും ഒരു എന്തു പറയാം ആത്മബന്ധം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് അത് പിടിക്കുമെന്ന് അറിയില്ല, കാരണം ആത്മാവിന് വിശ്വാസമില്ലാത്തവരാണെങ്കിലും ആ വാക്ക് ഉപയോഗിക്കാം. കാരണം ആ പാർട്ടിയുമായി അത്ര കൂറ് ചേർന്ന ഒരു ആത്മബന്ധമുള്ള ഒരു നേതാവിൻ്റെ ചടയൻ ഗോവിന്ദൻ്റെ ചരമവാർഷികത്തിലാണ് ഇ.പി. ജയരാജൻ വീട്ടിൽ തന്നെ അടച്ചിരുന്നത്, അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയില്ല. അതും കണ്ണൂരിൽ വീട്ടിന് തൊട്ടടുത്തുള്ളത്. അന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ പറഞ്ഞത് അദ്ദേഹം എണ്ണയിട്ട് കുഴമ്പൊക്കെ ഇട്ട് ഞാൻ ആയുർവേദ ചികിത്സയിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ പത്രക്കാരൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നോക്കാം, അദ്ദേഹം ഇപ്പോൾ എണ്ണയൊക്കെ ഇട്ട് കുഴമ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം എന്നും കൂടെ പറയുകയും ചെയ്തു. എന്തായാലും പത്രക്കാരും അത് അന്വേഷിച്ച് നോക്കാനോ ഒന്നും പോയിട്ടില്ല. നമുക്കറിയാം ഈ എം.വി. ജയരാജൻ പറഞ്ഞതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്നും എന്തുകൊണ്ടാണ് ഇ.പി. ജയരാജൻ ഈ ചടയൻ ഗോവിന്ദൻ്റെ യോഗത്തിൽ പങ്കെടുക്കാത്തത് നമുക്കറിയാം. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റിൽ യോഗം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയതിനു ശേഷം മുഖ്യമന്ത്രി കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. വിളിക്കാനുള്ള സൗകര്യമില്ല. കാരണം മുഖ്യമന്ത്രിയെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ സംവിധാനം അനുസരിച്ച് അൻവറന്മാർ ധാരാളമുണ്ട്, ആ അൻവറന്മാരുടെ കയ്യിലേക്ക് ഇത് ചോർത്തിയെത്തും. അപ്പോൾ ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രിയെ കണ്ട് ഇന്നത് പറഞ്ഞെന്ന് നാളെ വാർത്താ സമ്മേളനം നടത്തി അൻവർമാരാരെങ്കിലും പറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിക്കാൻ പോലും ഇ.പി. ജയരാജന് സാഹചര്യമില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വീട് കിട്ടിയ ഒരു അവസരമാണ്. യെച്ചൂരിയുടെ മരണവും ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി. ഈ സമയത്ത് ഇതാണ് അവസരം, ഇതാണ് സൗകര്യം. ആകെ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്, 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ഒന്ന് കണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ ഇന്നലെ വരെ പാട്ട വണ്ടി എന്ന് പറഞ്ഞ ഇൻഡിഗോ വിമാനത്തിൽ കയറി ഡൽഹിയിലെത്തുകയുണ്ടായി. അവിടെയാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ കാണേണ്ടത്. കാരണം ഞാൻ ഇനി ജീവിതത്തിൽ ഈ പാട്ട വണ്ടിയിൽ കയറില്ല, ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം, കാരണം ഈ മുഖ്യമന്ത്രിയെ കാണേണ്ടതും സംസാരിക്കേണ്ടതും അത്യാവശ്യമായതുകൊണ്ട് അദ്ദേഹം ഈ പാട്ട വണ്ടിയിൽ കയറി, അദ്ദേഹം പറഞ്ഞ പാട്ട വണ്ടിയിൽ കയറി ഇൻഡിഗോയിൽ കയറി ഡൽഹിയിലെത്തുന്നു. ഡൽഹിയിൽ കൊച്ചി ഹൗസിലാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും താമസിക്കാനുള്ള ഒരു ഇടമാണ് കൊച്ചി ഹൗസ്, കേരള ഹൗസിനകത്ത്. അപ്പോൾ കേരള ഹൗസിനോട് ചേർന്നുള്ള കൊച്ചി ഹൗസിലാണ് താമസിച്ചത്. ഈ ഇ.പി. ജയരാജൻ അപ്പുറത്ത് മറ്റൊരു കെട്ടിടത്തിലാണ് താമസിച്ചത്. ഈ കാണാൻ വേണ്ടി മാത്രം അദ്ദേഹം താമസിച്ച കെട്ടിടത്തിൽ നിന്നും ഈ കൊച്ചി ഹൗസിലേക്ക്, ഗവർണർ മുഖ്യമന്ത്രിയൊക്കെ താമസിച്ച കൊച്ചി ഹൗസിലേക്ക് വരികയും അവർ തമ്മിൽ 15 മിനിറ്റ് നേരം സംസാരിച്ചു എന്നാണ് അവർ. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തിരക്കിട്ട സമയത്ത് ഈ പ്രത്യേകിച്ച് അവിടെ യെച്ചൂരിയുടെ മരണവും അതുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ 15 മിനിറ്റ് അവർ അടച്ചിട്ട മുറിയിലിരുന്ന് സംസാരിച്ചു. എന്ത് സംസാരിച്ചു? ഒന്നുമില്ല, ചുമ്മാ ഞങ്ങൾ എപ്പോഴും കാണുന്നതില്ലേ, ഞങ്ങൾ മുഖ്യമന്ത്രി എപ്പോഴും കാണുന്നതില്ലേ, പിണറായി വിജയൻ എപ്പോഴും കാണുന്നതില്ലേ, അങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ പിന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും അതിനെ നമുക്ക് രാഷ്ട്രീയമായി തന്നെ കാണേണ്ടി വരും. അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ചില ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന ചില ആരോപണങ്ങളും ഒരു ഭരണകക്ഷി എം.എൽ.എ ആരോപണം നടത്തിയിരിക്കുന്നതും ആ ആരോപണം നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ആരെ ഉദ്ദേശിച്ചാണെന്നും ആരെ ലക്ഷ്യമിട്ടാണെന്നും അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെന്നും ഒക്കെയുള്ള സൂചനകൾ ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കും അതൊക്കെ ഏകദേശമൊക്കെ അറിയാം, അതനുസരിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് എന്നതും അവരുടെ ചർച്ചയിൽ വന്നു. എന്തായാലും ഇ.പി. ജയരാജൻ അദ്ദേഹത്തിന് ഒന്ന് മനസ്സ് തുറക്കാൻ, മുഖ്യമന്ത്രിയുടെ മുന്നിൽ അത്യാവശ്യം കാര്യങ്ങൾ പറയാൻ, തൻ്റെ സങ്കടങ്ങൾ പറയാനും തൻ്റെ പ്രതിഷേധങ്ങൾ അറിയിക്കാനും തൻ്റെ ആവശ്യങ്ങൾ അറിയിക്കാനും തൻ്റെ ഡിമാൻഡുകൾ വയ്ക്കാനും
കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ യെച്ചൂരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ആ ചെറിയ കൂടിക്കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ.